ദേശീയ പതാക വലിച്ചു കീറി എന്നുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ ആരോപണം നിഷേധിക്കുകയാണ് ABVP. ശിവൻകുട്ടിയുടെ ആരോപണം പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ജനൻ ടിവിയും പുറത്തുവിടുന്നു. ദേശീയ പതാകയെ എന്നും മാനിക്കുന്ന സംഘടനയാണ് ABVP എന്ന് ഈശ്വരപ്രസാദ് പറഞ്ഞു. ആ ദൃശ്യങ്ങളിലേക്ക് മന്ത്രിയുടെ വാഹനത്തിൽ ദേശീയ പതാകയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല. ABVP പ്രവർത്തകർ മന്ത്രിയുടെ വാഹനത്തിലെ ദേശീയ പതാകയ്ക്ക് അരികിലേക്ക് വരികയോ അത് നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ദേശീയ പതാക മന്ത്രിയുടെ വാഹനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ദേശീയ പതാക യാതൊരു തരത്തിലും ദേശീയ പതാകയെ അവഹേളിക്കുകയോ ദേശീയ പതാകയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതിരുന്നിട്ട് പോലും മന്ത്രി പറയുന്നത് ദേശീയ പതാക നശിപ്പിച്ചു എന്നുള്ള പച്ചക്കള്ളമാണ്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ദേശീയ പതാകയ്ക്കോ ആ കാറിനോ പോലും യാതൊരു വിധമായ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ള ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷേ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. ഭാരതാംബയെ അപമാനിച്ച, രാജ്ഭവനിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തിയ മന്ത്രിയെ ജനാധിപത്യപരമായ നിലയിൽ പ്രതിഷേധിക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടി പറയുന്ന വാക്കുകൾ ആദ്യം കേൾക്കാം. മാത്രമല്ല, ഇന്ന് വഴുതിക്കാട് ഏതാനും ചാനലുകാരുടെ ഉണ്ടായിരുന്നു. വഴുതിക്കാട് ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം പിന്നെ റോഡിൽ വന്ന അവസരത്തിൽ പതിയിരുന്ന് ഒരു 15ഓളം വരുന്ന ABVPക്കാർ വാഹനത്തെ ആക്രമിച്ചു. ദേശീയ പതാക വലിച്ചു കയറി. നമ്മുടെ കാറിലുണ്ടായിരുന്ന ദേശീയ പതാക വലിച്ചു കയറി. ദേശീയ പതാക നശിപ്പിച്ചു എന്നുള്ള പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നത്. പക്ഷേ മന്ത്രി പറയുന്നത് തെറ്റാണ് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈശ്വരപ്രസാദ്, ABVPയുടെ നേതാവായിട്ടുള്ള ഈശ്വരപ്രസാദ് പറയുന്ന വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ഇന്ന് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ABVPയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം തെറ്റായ പ്രസ്താവനകൾ ABVPക്കെതിരെ ഈ പൊതുവിദ്യാഭ്യാസ മന്ത്രി നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാറിലുള്ള ദേശീയ പതാക വലിച്ചു കീറി എന്ന ഒരു തെറ്റായ പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. ABVPയുടെ പ്രതിഷേധത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാർ മൂവ് ചെയ്യുന്ന സമയത്തും കാണാൻ വേണ്ടി സാധിക്കും, അദ്ദേഹത്തിൻ്റെ ആ കാറിലെ ദേശീയ പതാകയ്ക്ക് ഒരു കേടുപാടും വരുത്തിയിട്ടില്ല എന്നുള്ളത്. ABVP എന്നും ഭാരതത്തിൻ്റെ ദേശീയ പതാകയെയും ഭരണഘടനയെയും ബഹുമാനിച്ചും അംഗീകരിച്ചും മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. അഖിൽ പാലോട്ടുമടം കൂടി ചേരുന്നു. അഖിൽ, മന്ത്രിക്ക് നേരെ ABVP കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നു. ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഈശ്വരപ്രസാദ് അടക്കമുള്ള നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. പോലീസ് വളരെ ബലം പ്രയോഗിച്ച മന്ത്രിയുടെ കാറിൻ്റെ മുന്നിൽ നിന്നും ഈശ്വരപ്രസാദിനെയാണ് എന്ന് തോന്നുന്നു അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു. ദേശീയ പതാകയ്ക്ക് ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല. ഈശ്വരപ്രസാദിനെ അവിടുന്ന് നീക്കം ചെയ്യുമ്പോൾ പോലീസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ കാറിലൊന്ന് പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ദേശീയ പതാകയുടെ ആ കമ്പിയിലൊന്ന് തൊടുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ദേശീയ പതാക നശിപ്പിക്കുന്നതായ അല്ലെങ്കിൽ ദേശീയ പതാകയെ അവഹേളിക്കുന്ന തരത്തിൽ യാതൊരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പിന്നെ എന്തുകൊണ്ടാണ് മന്ത്രി ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത്? അഖിൽ പാലോട്ടുമടം. വിനോദ്, ഇന്ന് രാവിലെയാണ് PM-ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിടുക, അതുപോലെ തന്നെ രാജ്ഭവനിൽ ഭാരതാംബയെ അവഹേളിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുക എന്ന ആവശ്യങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് ABVPയുടെ നേതൃത്വത്തിൽ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ ABVPയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികളുടെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രിയെ കരിങ്കൊടി കാട്ടുന്ന ഒരു സമരം സംഘടിപ്പിക്കുന്നത്. മന്ത്രി ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പുറത്തേക്ക് വരുമ്പോഴായിരുന്നു വഴുതക്കാട് വെച്ച് മന്ത്രിയെ കരിങ്കൊടി കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ കരിങ്കൊടി കാട്ടി നിൽക്കുന്ന ABVP പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ബോധപൂർവം ഒരു സംഘർഷത്തിലേക്ക്
അതിനെ നയിച്ചെങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ആ സമയം കടന്നുപോയില്ല. ആ സമയത്ത് പോലീസ് ABVP പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്ന സമയത്ത് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആ മന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്കുള്ള ഫ്ലാഗ് പോസ്റ്റിൽ ഒന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിടിക്കുന്ന സമയത്ത് ദേശീയ പതാകയ്ക്ക് ഒരു തരത്തിലുമുള്ള കേടുപാടുകൾ ഉണ്ടാകുന്നതൊന്നും തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. അതിനുശേഷം ABVP പ്രവർത്തകരെ പൂർണ്ണമായും പോലീസ് നീക്കം ചെയ്തതിനു ശേഷം വാഹനം കടന്നു പോവുകയും ആ വാഹനം അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് പൂർണ്ണമായും ആ ദേശീയ പതാക പാറിപ്പോകുന്നതൊക്കെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യത്തിലാണ് ഒരു പ്രതികരണവുമായി പൊതുവിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിൽ മന്ത്രി പറയുന്നത് ദേശീയ പതാകയെ വലിച്ചു കീറുകയാണ് ABVP പ്രവർത്തകർ ചെയ്തത്, ദേശീയ പതാകയെ അപമാനിക്കുകയും ചെയ്തു എന്നൊരു ആരോപണമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ ആ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ABVP തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. ഒരു തരത്തിലുമുള്ള ഒരു അതിക്രമം മന്ത്രിയുടെ വാഹനത്തിനു നേരെ ABVP പ്രവർത്തകർ നടത്തിയിട്ടില്ല. ദേശീയ പതാകയെ ഒരു തരത്തിലും അപമാനിക്കുകയോ വലിച്ചു കീറുകയോ ചെയ്യുന്ന ഒരു പ്രവണതയും ABVPയുടെ ഭാഗത്തു നിന്നോ ABVP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. എല്ലാ കാലത്തും ദേശീയ പതാകയും അതുപോലെ തന്നെ ദേശീയ ചിഹ്നങ്ങളെയും ഒക്കെ ബഹുമാനിക്കുകയും അത് ആദരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയാണ് ABVP എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നുള്ള തരത്തിലേക്ക് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും. വിനോദ്, അഖിൽ, എന്ത് വിരോധാഭാസമാണ് മന്ത്രി പറയുന്നത്? മുൻ മുഖ്യമന്ത്രിയെ നെറ്റിയിൽ കല്ലെറിഞ്ഞ് ചോര ഒലിപ്പിച്ച ഒരു പാർട്ടി, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞത് തത്സമയം കണ്ടതാണ്. അദ്ദേഹം ചോര ഒലിപ്പിച്ചുകൊണ്ട് വേദിയിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. നിയമസഭയിൽ മുണ്ടുമടക്കി കുത്തി മേശപ്പുറത്ത് കൂടി നടന്ന ഒരു മന്ത്രിയാണ് ഇത്തരത്തിൽ പച്ചക്കള്ളം പറയുന്നത്. ദേശീയ പതാക എവിടെ, എങ്ങനെ അപമാനിച്ചു എന്നാണ്, എങ്ങനെ വലിച്ചു കീറി, അതിൻ്റെ ദൃശ്യങ്ങളുണ്ടോ? ഇതൊന്നുമില്ലാതെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി, അതും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു മന്ത്രി പറയുന്നു ദേശീയ പതാകയെ ഭാരതത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്തെങ്കിലും തെളിവ് വേണ്ടേ? അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഒരു മന്ത്രി പദവിയിലിരുന്ന് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ അഖിൽ? വിനോദ്, അത് തന്നെയാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അതായത് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന ദൃശ്യങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരണം രാവിലെ സമരം നടക്കുന്നു, സമരത്തിൻ്റെ ഭാഗമായി കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുന്നു. അങ്ങനെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് ആ നാഷണൽ ഫ്ലാഗ് കെട്ടുന്ന വാഹനത്തിൽ ആ നാഷണൽ ഫ്ലാഗ് കെട്ടുന്ന ആ പോസ്റ്റിൽ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അതിൽ പിടിക്കുന്നുമുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങൾ നമ്മൾ സസൂക്ഷ്മം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഒരു തരത്തിലുമുള്ള ഒരു കേടുപാടുകളുമൊന്നും തന്നെ ദേശീയ പതാകയ്ക്ക് ഉണ്ടാകുന്നില്ല. ദേശീയ പതാക അതിനുശേഷവും മന്ത്രിയുടെ വാഹനത്തിൽ പാറി തന്നെ പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മന്ത്രി മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ABVP പ്രവർത്തകർ തന്നെ ആ ദേശീയ പതാകയെ അപമാനിച്ചു, ദേശീയ പതാക വലിച്ചു കീറാനുള്ള ശ്രമം നടത്തി എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് ആ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ സംസ്ഥാന സെക്രട്ടറി ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദും തുടരുക. ഈശ്വരപ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം ഈശ്വരപ്രസാദ്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈശ്വരപ്രസാദ് ആണ് ആ കരിങ്കൊടി പ്രതിഷേധം അവിടെ നടത്തുമ്പോൾ ഈശ്വരപ്രസാദും ഉണ്ട്. ഈശ്വരപ്രസാദിനെ വലിച്ചിഴച്ചുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്നു. കാറിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ പോലീസിൻ്റെ പിടിയിൽ നിന്നും കുതറി മാറാനായി കാറിലേക്ക് പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ദേശീയ പതാക അവിടെ സ്ഥാപിച്ചിട്ടുള്ള ആ സ്റ്റീൽ കമ്പിയിൽ ഈശ്വരപ്രസാദ് ഒന്ന് പിടിക്കുന്നതും കാണാം. ഇത് അറിഞ്ഞിട്ടാണ് മന്ത്രി പറയുന്നത് ദേശീയ പതാക വലിച്ചു കീറി എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം. ദേശീയ പതാകയെ എന്നും അതിനെ വളരെ ആദരവോട് കണ്ടിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അങ്ങ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ABVPയുടെ നേതാവ് ദേശീയ പതാക വലിച്ചു കീറി എന്നൊക്കെ പറയുന്നത്. എന്താണ് ഇതിന് മറുപടി ഈശ്വർ പ്രസാദ്? കൂടിയിട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി വളരെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കാരണം കേരളത്തിൽ ഇത്രയും വിദ്യാർത്ഥി വിഷയങ്ങളുള്ള സമയത്ത് അതെല്ലാം ചെയ്യാതെ, ഇപ്പൊ PM-ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒപ്പിടാതെ, അതെല്ലാം ഒന്നും ഒരു മന്ത്രി എന്നുള്ള ഒരു പ്രവർത്തനം ചെയ്യാതെ
ഗവർണറെ അപമാനിക്കുക, അതേപോലെ ദേശീയ ഗാനത്തെ അവഗണിച്ചുകൊണ്ട് ആ പരിപാടിയിൽ നിന്ന് പുറത്തു വരിക, ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രി പെട്ടു നിൽക്കുമ്പോൾ ABVPയുടെ പ്രതിഷേധം ഉണ്ടാവുന്ന സമയത്ത് അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കള്ളമായ ആരോപണം അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആ സമരങ്ങളുടെ എല്ലാ വീഡിയോയിലും നമുക്ക് ആ വണ്ടി അദ്ദേഹത്തിന്റെ ആ വണ്ടി പോകുന്ന സമയത്ത് ദേശീയ പതാക ആ വണ്ടിയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിന് ഒരു കേടുപാടും വന്നിട്ടില്ല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ പ്രതിഷേധത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തെ ABVPയുടെ ശക്തമായ പ്രതിഷേധത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിനെ തെറ്റായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഈ കള്ളം പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഇത്രയും വീഡിയോയും ഇത്രയും കാര്യങ്ങളും ഇത് മൊത്തം പൊതുജനം കാണുകയാണ്, ആ കാണുന്ന സമയത്തും ഉളുപ്പില്ലാതെ കള്ളം പറയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഹർ ഘർ തിരങ്ക എന്ന് പറഞ്ഞ ഭാരതം മുഴുവൻ ദേശീയ പതാക ഉയർത്തുന്ന പരിപാടി ഗവൺമെന്റ് ആഹ്വാനം ചെയ്തു. അതിന് തൊട്ട് മുമ്പത്തെ വർഷം ഏക് ഗാവ് ഏക് തിരങ്ക എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലേക്കും ദേശീയ പതാകയുമായിട്ട് സ്വാതന്ത്ര്യ സമയത്ത് കടന്നു ചെന്ന പ്രസ്ഥാനമാണ് ABVP. അപ്പോ ഇത്തരത്തിൽ ദേശീയ പതാക കീറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റായ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താം അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കാം എന്നുള്ള ഒരു ശ്രമമാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി നടത്തിയത്. അതിലൊന്നും ABVP പിന്നോട്ട് പോവില്ല. പൊതുജനം ഇതെല്ലാം കാണുന്നുണ്ട്. വിദ്യാഭ്യാസ വിഷയം അഡ്രസ് ചെയ്തുകൊണ്ട് ABVP പോവും. ഗവർണറുടെ പരിപാടിയിലും അതേപോലെ രാജ്ഭവനിലെ പരിപാടിയിലൊക്കെ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചിട്ടുള്ള ദേശീയതയോടുള്ള അവഗണന അത് പൊതുസമൂഹം കണ്ടിട്ടുണ്ട്. അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ആരോപണമായി അല്ലെങ്കിൽ ഈ ഒരു കള്ളം ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോട്ടോകോൾ ലംഘനം, അതേപോലെ തന്നെ ഭാരതാംബയെ അപമാനിക്കൽ, ദേശീയ ഗാനത്തെ അപമാനിക്കൽ തുടങ്ങിയ നയവുമായി മുന്നോട്ട് പോകുന്ന മന്ത്രി ശിവൻകുട്ടിക്കെതിരെ ABVPയുടെ തുടർ ദിവസങ്ങളിലുള്ള പ്രതിഷേധം അത് ഏത് തരത്തിലായിരിക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോകുക? തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം ഈ സ്ഥാനത്ത് ആ മന്ത്രി തുടരുന്ന സമയത്ത് നമുക്കറിയാം വളരെ തെറ്റായ കള്ളം പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം ഇന്നലെ ദേശീയ ഗാനത്തെ അവഗണിച്ചുകൊണ്ട് അവിടെ നിന്ന് പോന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതെല്ലാം മറച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവർണറെ വഴിയിൽ തടയുന്ന രീതിയിലുള്ള സമരങ്ങളുമായിട്ട് ABVP ഇനി മുന്നോട്ട് പോകും. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് വരെ ABVP സമരം തുടരും. ഇത് കഴിഞ്ഞ ദിവസം സെക്രട്ടറിമാരിൽ ABVP പ്രഖ്യാപിച്ചതാണ്. അത് ABVP മുന്നോട്ട് തന്നെ ചെയ്യും. അതേപോലെ തന്നെ ദേശീയതയുടെ ഏതൊരു അംശത്തെയും അവഗണിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ABVPയുടെ ഭാഗത്തുണ്ടാവും. ജനാധിപത്യപരമായ തിരിച്ചടി ABVPയുടെ ഭാഗത്തുണ്ടാവും. ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് ABVP മുന്നോട്ട് പോകും. ഇതേ പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് ഭാരതാംബയുടെ ചിത്രം അയച്ചു കൊടുത്തുകൊണ്ട് ABVP വലിയ ക്യാമ്പയിൻ കേരളത്തിൽ ആകമാനം ചെയ്യും. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഭാരതാംബയുടെ ചിത്രം എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് ABVP മുന്നോട്ട് പോകും. ഈ പ്രതിഷേധങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ അടിച്ചമർത്തുക അത് സ്വാഭാവികമാണ്. പക്ഷേ മന്ത്രിയെ രക്ഷിക്കാൻ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും രംഗത്തുണ്ട്. കാരണം ഇന്ന് ABVP പ്രവർത്തകരെ SFI പ്രവർത്തകർ മർദ്ദിക്കുന്നു, പ്രത്യേകിച്ചും കരിങ്കൊടി കാട്ടിയ പ്രവർത്തകരെ മർദ്ദിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെ മാത്രമല്ല SFIയുടെ കൂടി ഉള്ള പ്രത്യാക്രമണം ആണല്ലോ ABVPക്ക് നേരെ ഉണ്ടാവുന്നത്. ഈശ്വർ പ്രസാദ്, തീർച്ചയായിട്ടും പോലീസും SFI ഒത്തുകളിക്കുകയാണ്. കാരണം ഈ സമരത്തിന് ശേഷം ABVPയുടെ ചില പ്രവർത്തകരെ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഈ പോലീസ് SFIയുടെ പ്രവർത്തകരെ ആ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്നതിന് ശേഷം അവര് മോശമായിട്ട് ABVPയോട് പെരുമാറുകയും ABVP പ്രവർത്തകരോട് പെരുമാറുകയും ആ സമയത്ത് അവിടെ വാക്കേറ്റം ഉണ്ടാവുന്ന സമയത്ത് തെറ്റായ രീതിയിൽ ABVP പെരുമാറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസും SFIയും കൂടി കള്ളക്കേസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഈ അടിച്ചമർത്തുന്നതിന്റെ ഒപ്പം തന്നെ SFI ഇത്തരം കള്ളമായ പ്രചരണവുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ വിദ്യാഭ്യാസ മന്ത്രി കള്ളം പറഞ്ഞിട്ടുള്ളത് അതേപോലെ SFIയും കള്ളം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി ഈശ്വർ പ്രസാദ്. ഈ അവസരത്തിൽ ജനൻ ടിവിയോട് പ്രതികരിച്ചതിന് അഖിൽ ഇവിടെ ഈശ്വർ പ്രസാദ് പറയുന്നുണ്ട് പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നത്. അത് മാത്രമല്ല ഈ പോലീസ് ഈ സമരത്തെ അടിച്ചമർത്തുന്നു. അതുകൂടാതെ SFIയുടെ ഭാഗത്തു നിന്നും മന്ത്രിക്ക് ഒരു വലയം തീർത്തുകൊണ്ടുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ടല്ലോ അഖിൽ. വിനോദേ, ഈ സമരം നടക്കുന്നു, അതായത് രാജ്ഭവനിലെ ഭാരതാംബയെ അവഹേളിച്ച മന്ത്രിയുടെ പ്രവൃത്തി ഉണ്ടായതിനു ശേഷം പ്രോട്ടോകോൾ ലംഘനമുണ്ടായി മന്ത്രി പുറത്തു വന്നതിനു ശേഷം ഉണ്ടാകുന്നതെല്ലാം ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം രാവിലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരുന്നു. തുടർന്ന് മാധ്യമപ്രവർത്തകർക്ക് പ്രതികരണം നൽകുന്നു. ആ പ്രതികരണത്തിനു ശേഷം മന്ത്രി നടത്തുന്ന പത്രസമ്മേളനമുണ്ട്. ആ പത്രസമ്മേളനത്തോടു കൂടി തന്നെ DYFIയുടെ മാർച്ച്
ആദ്യം രാജ്ഭവനിലേക്ക് എത്തുന്നു. ആ മാർച്ച് കഴിഞ്ഞതിനു ശേഷം മന്ത്രി നടത്തിയ പ്രതികരണങ്ങൾ നമുക്ക് എല്ലാം തന്നെ ഓർമ്മയിലുണ്ട്. ഇന്നാകട്ടെ മന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനിലേക്ക് SFIയുടെ മാർച്ചാണ് ഉണ്ടാകുന്നത്. ആ മാർച്ചിലാകട്ടെ പൂർണ്ണമായിട്ടുമുള്ള ഒരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ വലിയ സുരക്ഷാ വീഴ്ച മാർച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം എല്ലാ സമരങ്ങളെയും രാജ്ഭവൻ്റെ 100 മീറ്റർ അകലെയാണ്. ഏതു സ്ഥലത്തേക്കാണോ മാർച്ച് ഉണ്ടാവുക ആ മാർച്ചിൻ്റെ 100 മീറ്റർ അകലെയാണ് ആ മാർച്ചിനെ. എല്ലാ മാർച്ചുകളെയും ഏതു രാഷ്ട്രീയ പാർട്ടിയുടെ ആവട്ടെ, ഏതു സംഘടനയുടെ ആകട്ടെ, ഏത് സ്ഥാപനത്തിലേക്കുള്ള മാർച്ചാകട്ടെ, ആ മാർച്ചുകളെയെല്ലാം 100 മീറ്റർ അകലെയാണ് പോലീസ് ബാരിക്കേഡ് കെട്ടി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ രാജ്ഭവനിലേക്കുള്ള SFIയുടെ മാർച്ചിനെയും ആ ബാരിക്കേഡ് കെട്ടി SFI പ്രവർത്തകരെ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും ആ ബാരിക്കേഡ് മറികടന്ന് പൂർണ്ണമായും ആ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് SFI പ്രവർത്തകർ രാജ്ഭവന്റെ മുന്നിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. കവാടത്തിന് മുന്നിൽ ബാനർ പിടിച്ച് അവിടെ മുദ്രാവാക്യം വിളിച്ച് SFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സ്ഥിതിയൊക്കെ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് രാവിലെ വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാട്ടിയ ABVP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ പ്രവർത്തകരെ മ്യൂസിയം സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത്. തിരികെ ആ സ്റ്റേഷൻ പരിസരത്തേക്ക് വരുന്ന SFI പ്രവർത്തകർ ABVP പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണമായും ഇതൊരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ രാജ്ഭവൻ നേരെ CPM നടത്തുന്ന അല്ലെങ്കിൽ SFIയും DYFIയും ഒക്കെ തന്നെ ബോധപൂർവം നടത്തുന്ന വ്യക്തമാണ്. ദൃശ്യങ്ങളിലും വ്യക്തമാണ്. മന്ത്രി V ശിവൻകുട്ടി പറയുന്നത് പച്ചക്കള്ളമാണ്. ദേശീയ പതാക ABVP പ്രവർത്തകർ വലിച്ചു കയറിയെന്നുള്ള മന്ത്രി ശിവൻകുട്ടിയുടെ ആരോപണം തെറ്റാണ് എന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു. ശിവൻകുട്ടിയുടെ ആരോപണം തെറ്റാണെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദും സാക്ഷ്യപ്പെടുത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും അഖിൽ പാലോട്ടുമഠം.